കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2025 സൂപ്പറായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ആ വീഡിയോ. സോ ആ വീഡിയോയ്ക്ക് ശേഷം എൻ്റെ ഇൻബോക്സിലും എൻ്റെ ചില ക്ലയൻസ് ഒക്കെ എന്നോട് കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ചേച്ചി ഈ വർഷം 2024 തുടങ്ങുന്നതിന് മുന്നേ നല്ല ഗോൾസും പ്ലാൻസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും അങ്ങോട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. എന്താണ് കാരണം എന്നറിയില്ല, പക്ഷെ ഒന്നും അങ്ങ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് റിഫ്ലക്റ്റ് ചെയ്യാനൊന്നും തോന്നണേ ഇല്ല. ഈ വർഷം തീരുമ്പോൾ ഭയങ്കര സങ്കടമാവുകയാണ്, വിഷമാവുകയാണ് എന്നൊക്കെയാണ്. സോ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് തടസ്സമായിട്ടുള്ള 5 കാര്യങ്ങളെക്കുറിച്ചാണ്. അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടും സംഭവിച്ചു പോകുന്ന, എന്നാൽ നമ്മൾ ചിലപ്പോൾ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഒക്കെ സംഭവിച്ചു പോകുന്ന ചില കാരണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് എലിസബത്ത്, ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വരുന്ന 27-28 ഡിസംബറിന് ഞാൻ ഗോൾ സെറ്റിംഗ് ആൻഡ് വിഷൻ ബോർഡ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓൺലൈൻ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും സെഷൻസ് ഉണ്ടായിരിക്കും. 4 സ്ലോട്ട്സ് ആണുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈം അനുസരിച്ച് അത് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിനൊരു ഫീസ് ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ കൺസേൺസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോണ്ട് വറി, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ പോയിന്റ്, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. താൽക്കാലിക സുഖത്തിന് വേണ്ടി ഒരു ദീർഘകാല പ്രതിഫലത്തെ മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുകയോ ചെയ്യുന്നതിനെയാണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാവും. നമ്മൾ നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കും. നാളെ തൊട്ട് എക്സസൈസ് ചെയ്യണം, ബോഡി ഫിറ്റ് ആക്കണം, ആരോഗ്യം ശ്രദ്ധിക്കണം എന്നൊക്കെ. എന്നിട്ട് നമ്മൾ വളരെ ആവേശത്തിൽ അലാം വെക്കുകയൊക്കെ ചെയ്യും. പക്ഷെ പിറ്റേ ദിവസം രാവിലെ അലാം അടിച്ചു കഴിയുമ്പം നമുക്ക് നമ്മളുടെ പുതപ്പിനോടും നമ്മളുടെ ബെഡിനോടും എന്തെന്നില്ലാത്തൊരു സ്നേഹം തോന്നും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇന്നും കൂടെ ഒന്ന് സുഖിച്ച് കിടന്ന് ഉറങ്ങാം, എന്നിട്ട് നാളെ തൊട്ട് എക്സസൈസ് ചെയ്യാന്നുള്ളത്. സോ ഈ സമയത്ത് നമ്മളുടെ ബ്രെയിനിലെ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തമ്മിലൊരു വലിയ തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഒന്ന് ലിംബിക് സിസ്റ്റം, 2 പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ വൈകാരികമായിട്ടുള്ള ഒരു പാർട്ടാണ്. നമുക്ക് പെട്ടെന്ന് സന്തോഷം കിട്ടാനും നമുക്ക് പെട്ടെന്ന് റിവാർഡ് കിട്ടാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന, അതുപോലെ തന്നെ ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ഉൽപ്പാദിപ്പിക്കാൻ സിഗ്നൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു പാർട്ടാണ് ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. മുന്നോട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ ലോജിക്കലി തിങ്ക് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. രാവിലെ അലാം അടിക്കുമ്പം നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് നമ്മളോട് പറയും, എണീറ്റോ, എക്സസൈസ് ചെയ്തോ, ഇന്ന് തൊട്ട് തുടങ്ങിയാലേ നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവുള്ളൂ, നമ്മുടെ ബോഡി ഫിറ്റ് ആവുള്ളൂ എന്നൊക്കെ. പക്ഷെ ലിംബിക് സിസ്റ്റം നമ്മളോട് പറയും, ഓ നല്ല സുഖം, ഇപ്പോൾ ഒന്ന് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം, നാളെ തൊട്ട് എക്സസൈസ് ചെയ്യാന്നുള്ളത്. സോ ഈ ഒരു ഫൈറ്റിൽ, ഈ ഒരു തർക്കത്തിൽ മിക്കവാറും ജയിക്കുന്നത് ലിംബിക് സിസ്റ്റം ആയിരിക്കും. കാരണം നമുക്ക് വേണ്ടത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിവാർഡാണ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സന്തോഷമാണ്. പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടും നമ്മൾ പിന്നെയും ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും, അതുപോലെ തന്നെ കാശ് സേവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും പിന്നെ നമ്മൾ സൊമാറ്റോയിൽ പെട്ടെന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നതും, ഇതൊക്കെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ പ്രതിവിധി എന്ന് പറയുന്നത് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. അതായത് താൽക്കാലിക സുഖം മാറ്റിവെച്ചിട്ട് നമ്മളൊരു ദീർഘകാല പ്രതിഫലത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യുന്നതിനെയാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിന് പ്രധാനമായിട്ട് നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പെയർ ടാസ്ക് വിത്ത് സംതിങ് എൻജോയബിൾ. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 2 ചാപ്റ്റേഴ്സ് പഠിക്കുവാണെങ്കിൽ ഞാനൊരു 30 മിനിറ്റ്സ് ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ ബിഗർ ഗോൾസ് ഇൻ ടു സ്മോളർ ടാസ്ക്. അതായത് നമുക്കിപ്പം ഒരു ബിസിനസ് തുടങ്ങണം എന്നാണ് നമ്മളുടെ ഗോളെങ്കിൽ അത് നമുക്ക് ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെ ചെറിയ 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 ടാസ്ക് ആക്കിയിട്ട് ആദ്യത്തെ ടാസ്ക് മാത്രം ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യുക. സോ ഇങ്ങനെ നമുക്ക് നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ സാധിക്കും. രണ്ടാമത്തെ പോയിന്റ്, ടോക്കിംഗ് അബൌട്ട് യുവർ ഗോൾസ് ടു അതേഴ്സ്. നിങ്ങൾ ചിലപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യണത് വരെ അത് രഹസ്യമായിട്ട് സൂക്ഷിക്കണം എന്നുള്ളത്. എന്നാൽ ഇതിന് മനഃശാസ്ത്രപരമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മൾ നമ്മുടെ ഗോൾസ് മറ്റൊരാളോട് നല്ല ആവേശത്തിൽ സംസാരിച്ചു കഴിയുമ്പം അറിയാതെ തന്നെ നമുക്കൊരു ഫോൾസ് സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് ഉണ്ടാവും. അതായത് നമ്മുടെ ബ്രെയിനിന് അന്നേരം ഒരു ഡോപ്പമിൻ റിലീസ് ഉണ്ടാവുകയും ബ്രെയിൻ അറിയാതെ വിശ്വസിച്ചു പോവും ആ ഒരു ഗോള് അച്ചീവ് ചെയ്തതായിട്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഈ ഗോള് ശരിക്കും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഫേർട്സ് ഇടാതെ വരും.
അതുപോലെ തന്നെ മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പം നമ്മളുടെ ഗോൾസിനെ പറ്റി നമ്മൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിയുമ്പം ഒരു പ്രഷർ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഇത് നമുക്ക് സ്ട്രെസ്സ്, ആങ്സൈറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും ഇത് നമുക്ക് ഗോളിൽ ചിലപ്പോൾ നമ്മൾ അതിനുവേണ്ടി പെർഫോം ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ മടിക്കും. അതല്ലെങ്കിൽ ഈ ഗോൾ വേണ്ടാന്ന് തന്നെ വെക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മളുടെ ചുറ്റിനുള്ള എല്ലാവരും തന്നെ നമ്മുടെ ഗോൾസ് സപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചിലരെങ്കിലും നമ്മളെ പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാനോ ഒക്കെ ശ്രമിക്കും. സോ ഇത് നമുക്ക് ഒരുപാട് സെൽഫ് ഡൗട്ട് ഉണ്ടാക്കുകയും നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയി പോകാനുള്ള സാധ്യത ഉണ്ടാക്കുകയും ചെയ്യും. സോ എവിടാണ് നമ്മൾ നമ്മുടെ ഗോൾസ് ഷെയർ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ചില ആളുകളോട് പറയുന്നതിൽ, അല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള ആളുകളോട് നമ്മൾ ഷെയർ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അത് മിക്കപ്പോഴും നമുക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരാനും സാധിക്കുന്ന കേസസും ഉണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ആരോടാണ് നമ്മൾ നമ്മുടെ ഗോൾസിനെ പറ്റി ഷെയർ ചെയ്യുന്നതെന്നുള്ളത്. നോട്ട് എവ്രിബഡി ഡിസേർവ്സ് ടു നോ അബൌട്ട് യുവർ ഗോൾസ് ആൻഡ് ഡ്രീംസ്. മൂന്നാമത്തെ പോയിന്റ്, ലാക്ക് ഓഫ് ഇമോഷണൽ ഫ്യൂവലിംഗ്. നമ്മൾ എത്രമാത്രം നമ്മുടെ ഗോൾസിനോട് ഇമോഷണലി കണക്റ്റഡ് ആണോ അത്രയും തന്നെ ഈസി ആയിരിക്കും നമ്മളുടെ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാനും. നമ്മൾ എത്ര തന്നെ സ്ട്രാറ്റജിക്കലി ആക്ഷൻ ബേസ്ഡ് ആയിട്ട് ഗോൾസ് പ്ലാൻ ചെയ്താലും നമുക്കൊരു എനർജിയും പാഷനും ഒക്കെ ആ ഗോൾസിനോട് ത്രൂ ഔട്ട് കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്രയോജനമില്ല. നമ്മുടെ ലക്ഷ്യങ്ങളുമായിട്ട് നമുക്ക് നല്ലൊരു വൈകാരിക ബന്ധമില്ലെങ്കിൽ നമ്മുടെ ഗോൾസ് അർത്ഥമില്ലാതായി പോവുകയും അത് നമ്മൾ പിന്നത്തേതിലേക്ക് മാറ്റിവെക്കുകയും അതല്ലെങ്കിൽ ഗോൾസ് വേണ്ടാന്ന് തന്നെ വെക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. സോ ഈ ഗോൾ അറ്റൈൻമെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് അത്ര ഈസി അല്ല. കാരണം ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് അതിലേക്ക് എത്താനുള്ള പ്രോസസ്സിൽ നമുക്ക് ഒത്തിരി സെറ്റ് ബാക്സ് ഉണ്ടാവും, ഒത്തിരി തടസ്സങ്ങൾ നേരിടുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ ഗോൾസിനോട് നമ്മൾ നല്ല ഇമോഷണലി കണക്റ്റഡ് ആണെങ്കിൽ എത്ര തന്നെ തടസ്സങ്ങളും സെറ്റ് ബാക്സും ഒക്കെ ഉണ്ടായാലും നമ്മൾ അത് നേടിയിരിക്കും. ഇതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഇഫക്റ്റീവ് ടൂളാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഗോൾസിനെ നമ്മുടെ കൺമുന്നിൽ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിഷൻ ബോർഡ്സ് ഉണ്ടാക്കുന്നത്. സോ ഈ വിഷൻ ബോർഡ്സ് നമ്മളുടെ ഗോൾസിനോട് നമ്മൾ അറിയാതെ തന്നെ ഇമോഷണലി കണക്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ പോലും അറിയാതെ ഈ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കും. ഈ ഗോൾസിന് പിന്നിലുള്ള വൈ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഗോൾ അച്ചീവ് ചെയ്യേണ്ടത്, അത് നമുക്കൊരു ഫീലിങ്ങോടുകൂടി നമ്മളുടെ ബ്രെയിൻ അത് പെർസീവ് ചെയ്യുകയും നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ ഗോൾ അറ്റൈൻമെൻറ്റിന് വേണ്ടിയിട്ട് മാക്സിമം നമ്മളുടെ എഫേർട്സ് ഇടുകയും ചെയ്യും. ഞാൻ വരും ദിവസങ്ങളിൽ കണ്ടക്ട് ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വിഷൻ ബോർഡ് ക്രിയേഷൻ ആണ്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ ഒരു വർക്ക്ഷോപ്പിൽ രജിസ്റ്റർ ചെയ്യുക. അതല്ലെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് വിഷൻ ബോർഡിനെ കുറിച്ച്. അത് കണ്ട് മനസ്സിലാക്കി മേക്ക് ഷുവർ ദാറ്റ് 2025 തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിരിക്കും എന്നുള്ളത്. നാലാമത്തെ പോയിന്റ്, ഇമോഷണൽ ഡിസ്റെഗുലേഷൻ. ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പരിശ്രമിക്കണം അല്ലേ. അപ്പോൾ ഈ പരിശ്രമിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മെൻ്റൽ സ്പേസും ആവശ്യമാണ്. നമ്മൾ പെട്ടെന്ന് ട്രിഗർ ആവുന്ന, ഭയങ്കര ഇമോഷണലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യം, സങ്കടം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ദൈനംദിന ജീവിതത്തെ അത് കാര്യമായിട്ട് ബാധിക്കുകയും നമുക്ക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഒരു ചെറിയ ഇൻകൺവീനിയൻസ് വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ട്രിഗേർഡ് ആയിട്ട്, ഫ്രസ്ട്രേറ്റഡ് ആയി, മെൻ്റലി ഷട്ട് ഡൗൺ ആയി, ബ്രേക്ക് ഡൗൺ ആയി ഒരുപാട് ദിവസങ്ങൾ സങ്കടപ്പെട്ട് ദേഷ്യപ്പെട്ട് തള്ളി നീക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ന ദിവസം തൊട്ട് നമ്മൾ നന്നായിട്ട് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമെന്ന് തീരുമാനിച്ചെന്ന് വിചാരിക്കട്ടെ. അപ്പോഴായിരിക്കും നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞ് നമുക്ക് ഹേർട്ട് ആവുന്നത്. പക്ഷെ അത് നമുക്ക് അപ്പം റെഗുലേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പിന്നീട് ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ട് ഒരുപാട് ദിവസങ്ങളും സമയവും നമുക്ക് വെറുതെ വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. സോ ഇമോഷണലി റെഗുലേറ്റഡ് ആകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഗോൾ അറ്റൈൻമെൻറ്റിന് മാത്രമല്ല, നമ്മുടെ ജീവിത വിജയത്തിന് തന്നെ നമുക്ക് നല്ല റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു നെർവസ് സിസ്റ്റം ആവശ്യമാണ്. ഇമോഷണൽ റെഗുലേഷൻ എന്ന് പറയുന്നത് ഒരു സ്കില്ല് തന്നെയാണ്. അത് നമ്മൾ ആക്റ്റീവ്ലി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം കൂടെയാണ്. നമ്മൾ തെറാപ്പിക്ക് പോകാൻ എഫോർഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തെറാപ്പിക്ക് പോകണം. അതല്ലെങ്കിൽ ഗ്രൗണ്ടിങ് ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക, ജേർണലിംഗ് ചെയ്യുക. ഈ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങളുടെ ഇമോഷൻസിനെ നന്നായിട്ട് റെഗുലേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും നിങ്ങളെ സഹായിക്കും.
അഞ്ചാമത്തെ പോയിന്റ്, ലാക്ക് ഓഫ് ക്ലാരിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. നമ്മുടെ ബ്രെയിനിന് വളരെ രസകരമായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ബ്രെയിനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എനർജി കൺസർവേഷൻ ആണ്. അതായത് നമ്മളെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മളെ ഒത്തിരി ബുദ്ധിമുട്ടിക്കാതെ കഷ്ടപ്പെടുത്താതെ കാര്യങ്ങളെ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ജീവിതത്തിൽ വിജയിക്കണം, നമ്മൾ ഗോൾസ് അച്ചീവ് ചെയ്യണം, ഇതൊന്നും ബ്രെയിനിനെ സംബന്ധിച്ച് അത്ര വലിയ കാര്യമൊന്നുമല്ല. നമ്മളെ വളരെ കംഫർട്ടബിൾ ആയിട്ട് വലിയ എഫേർട്ടായിട്ട് പണിയൊന്നും എടുപ്പിക്കാതെ തട്ടിമുട്ടി ഇങ്ങനെ ജീവിപ്പിക്കാനാണ് ബ്രെയിൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രെയിനിനും അതാണ് സൗകര്യം, നമുക്കും അതാണ് സൗകര്യം. അതുകൊണ്ടാണ് ക്ലാരിറ്റി, വ്യക്തത, അതുപോലെ കൺസിസ്റ്റൻസി, സ്ഥിരത നമ്മുടെ ഗോൾ അറ്റൈൻമെൻറ്റിന് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള 2 എലമെൻറ്റ്സ് ആവുന്നത്. നമ്മുടെ ബ്രെയിൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്പെസിഫിസിറ്റി. അതായത് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, എനിക്ക് ഹെൽത്തി ആവണം എന്നുള്ളത് ബ്രെയിനിന് കാര്യമായിട്ട് മനസ്സിലാകില്ല. പക്ഷേ ബ്രെയിനിന് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ, എനിക്ക് ഹെൽത്തി ആകണമെങ്കിൽ ഞാൻ എന്നും 30 മിനിറ്റ്സ് നടക്കണം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണം എന്ന് വ്യക്തമായിട്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ മാത്രമേ ബ്രെയിൻ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഗോൾസ് നമ്മൾ എഴുതി വെക്കുക എന്നുള്ളത്. പഠനങ്ങൾ പറയുന്നത് നമ്മൾ ഗോൾസ് എഴുതി വെക്കുമ്പോഴാണ് 42% അത് അച്ചീവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഇൻക്രീസ് ആവുന്നത്. സോ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാര്യം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മളുടെ സബ് കോൺഷ്യസിന് അത് ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സ് ആവത്തുള്ളൂ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആക്റ്റീവായിട്ട് നമ്മൾ എഫേർട്സ് എടുത്താൽ മാത്രമേ നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടും സാധിക്കത്തുള്ളൂ. സോ നമ്മുടെ ബ്രെയിനിനെ കൺസിസ്റ്റൻസി ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ല മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചാലഞ്ചസ് എടുക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും 30-day ചാലഞ്ച്, 7-day ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ എൻ്റെ ഈ വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു 100 days ചാലഞ്ചിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വളരെ സയൻറ്റിഫിക് അടിസ്ഥാനത്തിലുള്ള വളരെ യുണീക്കായിട്ട് ഒരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചാലഞ്ചാണ്. സോ നിങ്ങൾ ഈ വീഡിയോ തീരണതിന് മുന്നേ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. ഈ വർക്ക്ഷോപ്പിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ തടസ്സപ്പെടുത്തുന്ന 5 കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടും എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ മേക്ക് ഷുവർ ദാറ്റ് യു ആർ സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. എനിക്ക് മുന്നോട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ അത് ഒത്തിരി മോട്ടിവേഷനും എൻകറേജ്മെൻറ്റും ഒക്കെ ആയിരിക്കും. ഹാപ്പി ക്രിസ്മസ് ടു യു ഓൾ. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ബൈ.